അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. സ്റ്റഡി ടേബിളിൻ്റെ മേളിലോ ഡെസ്കിൻ്റെ മേളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കലണ്ടർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് 3 പേപ്പർ വേണം. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ വീതി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കളർ പേപ്പറാണ്. അപ്പോൾ ഇഷ്ടമുള്ള കളർ പേപ്പർ നമുക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ താഴേന്ന് മേളിലോട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പോയിൻ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ പോയിൻ്റ് വെച്ച് അതിനെ നമുക്കിങ്ങനെ മേളിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ നമുക്ക് തിരിച്ച് വെക്കാം. തിരിച്ച് വെച്ചിട്ട് ഈ 2 സൈഡും നമുക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ 2 സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടേക്ക് ഈ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കാം 2 സൈഡിലും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 2 സൈഡ് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാണെങ്കിൽ ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഓപ്പൺ ഭാഗം കൂടെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പശ വെച്ച് ഞാൻ ഈ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കണ്ടോ, ഒരു ചെറിയ പോക്കറ്റ് പോലെ നമുക്ക് കിട്ടും ഇവിടെ. ഇതേപോലെ വേണം നമുക്ക് ബാക്കിയുള്ള പേപ്പറും ചെയ്തെടുക്കാൻ. ഇതേപോലെ ഞാൻ 3 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബോക്സ് പോലെ ഒരു സംഭവം വേണം. അപ്പോൾ അതിന് ഞാനാണെങ്കിൽ ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് പേപ്പർ, കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 സെൻറ്റിമീറ്റർ നമുക്ക് ഈ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടുന്ന് നമുക്ക് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കാം. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്യാം. ഇപ്പം ഈ 2 സൈഡും നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ നടുക്കോട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനൊന്ന് മടക്കി കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് നൂർത്ത് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് പശ തേച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു 2 സൈഡ് നമ്മളൊരു സ്റ്റാൻഡ് പോലെയാണ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം ഈ സൈഡിൽ മാത്രം നമുക്ക് പശ തേച്ച് കൊടുത്താൽ മതി, കയറ്റി കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഈ അടിഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വച്ചേക്കുന്ന ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കും. അടുത്ത് നമുക്ക് ഇവിടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ 3 ഇതേ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പൂ തയ്യാറാക്കാം. അപ്പോൾ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലൊരു സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ വെച്ചാണ് ഈ ഒരു പേപ്പർ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കാം.
ഇതേപോലെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കോണായിട്ട് മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു പേന എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ വളഞ്ഞ ഒരു ഡിസൈൻ പോലെ വരും. ഈ ഒരു പെറ്റലിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ഫുള്ള് മുറിഞ്ഞു പോകണ്ട. ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇത്രയും പശ തേച്ചിട്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഞാൻ ഒരെണ്ണോടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ഗിൽറ്റ് പേപ്പറെ ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 എണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. അപ്പോൾ ഈ ചെറുത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവർ നമ്മൾ ഈ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കും. നടുക്ക് നമുക്ക് ഹാർട്ട് ഷേപ്പും വെക്കാം. ഈ ആദ്യത്തേൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡേറ്റുകൾ ഇങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടി ഇതേപോലെ പേപ്പറിൽ 1, 2 എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് എന്ന് എഴുതിയിട്ട് പേപ്പർ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒട്ടിച്ചുകൂടെ കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ വെക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ മന്തുകൾ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ലാസ്റ്റ് ബോക്സിൽ വെക്കാൻ വേണ്ടി ഇവിടെ ഡേയ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ സ്റ്റഡി ടേബിളിൻ്റെ മേളിലും ഡെസ്കിൻ്റെ ഒക്കെ മേളിൽ വെക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.